ഖുർആനിലെ ഉപമകൾ. ഉത്തമവചനത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന ഉദാഹരണം എങ്ങനെയെന്ന് നീ കാണുന്നില്ലേ? അത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. എല്ലാ കാലത്തും അത് അതിന്റെ നാഥന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ജനങ്ങൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവൻ ചിന്തിച്ചറിയാൻ. ചീത്തവചനത്തിന്റെ ഉപമ ഒരു ക്ഷുദ്രവൃക്ഷത്തിന്റേതാണ്. ഭൂതലത്തിൽ നിന്ന് അത് വേരോടെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ അദ്ധ്യായം 14. ഈ ഉപമയിൽ ഉത്തമവചനം അല്ലാഹുവല്ലാതെ സർവാധിപതി ഇല്ല. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. ഭൂമി, മനസ്സും വേരുകൾ, നാം ദൃഢമായി വിശ്വസിച്ചംഗീകരിക്കേണ്ട ഏകദൈവം, പ്രവാചകന്മാർ, മരണാനന്തര ശാശ്വത ജീവിതം തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമാണ്. ശാഖകൾ വിശ്വാസത്തിന്റെ ഫലമായി ജീവിതത്തിലുണ്ടാകേണ്ട അനുസരണവും സമർപ്പണവുമാണ്, അഥവാ ഇസ്ലാമാണ്. അതായത് ഒരാളുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ആ വ്യക്തി നന്മ നിറഞ്ഞവനായി മാറുന്നു. എല്ലാവർക്കും അയാളിൽ നിന്ന് നന്മ മാത്രമാണ് ലഭിക്കുക, ഒരിക്കലും തിന്മ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഉത്തമ വ്യക്തികളെയും സമൂഹത്തെയും സൃഷ്ടിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. ഒരാൾ തന്റെ ജീവിതം ദൈവപ്രീതിയിലും ഭക്തിയിലും പടുത്തുയർത്തിയാൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുമെന്നും അല്ലാത്തപക്ഷം പരാജയപ്പെട്ട് ശാശ്വത നരകത്തിൽ പതിക്കുമെന്നും ഖുർആൻ പറയുന്നു. അല്ലാഹുവിനെ വെടിഞ്ഞ് ഇതരന്മാരെ രക്ഷകരായി വരിക്കുന്ന ജനം ചിലന്തിയെപ്പോലെയാണെന്നും മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾ ചിലന്തിവല പോലെ ദുർബലമാണെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു.